Welcome all. This is Reshma from the Department of Public Application College. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, ഒരു തിയറം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്ന കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഫംഗ്ഷൻസിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. നിങ്ങൾ കേട്ടുള്ള ഫംഗ്ഷനാണ് നേരത്തെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അതായത് ഒരു എലമെൻറ്റിനെ അതേ എലമെൻറ്റിലേക്ക്, അതിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസം വരാതെ, അതായത് എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസം വരാതെ അതേ എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് എന്ന് വിളിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. The function f from x to x, എക്സിൽ നിന്നും അതേ സെറ്റായ എക്സിലേക്ക് എപ്പോഴും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ഒരേ സെറ്റുകൾക്കിടയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ f from x to x such that ix of x is equal to x. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡൊമൈനും കോഡൊമൈനും സെയിം സെറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ സഫിക്സ് ആയിട്ട് ആ സെറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സെറ്റിലായതുകൊണ്ട് ഐ എക്സ് നമ്മൾ കൊടുത്തു. ഐ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഫോർ എ വെരി സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ ഏത് എലമെൻറ്റിനെയും അതേ എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3 ആണെങ്കിൽ ആ എക്സിൽ നിന്നും എക്സിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായ ഐ എക്സ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കും, 1നെ 1ലേക്ക് മാപ്പ് ചെയ്യും, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യും, 3യെ 3ലേക്ക് മാപ്പ് ചെയ്യും. അതായത് ഈ ഡൊമൈൻ സെറ്റിൽ ഏത് എക്സ് ഉണ്ടെങ്കിലും ആ എക്സിനെ കോഡൊമൈൻ സെറ്റിൻ്റെ എക്സിലേക്ക് തന്നെ സെയിം എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യപ്പെടുന്നു. അതിനാണ് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്, ഐ എക്സ് ഓഫ് സ്മോൾ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഒരു എലമെൻറ്റിനെ അതിന് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ തന്നെ അതേ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഡെഫിനിഷൻ. Next is a note. A function f from x to y is said to be invertible. f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ if the inverse relation f inverse, നമ്മൾ റിലേഷൻ ഇൻവേഴ്സ് പഠിച്ചിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എടുത്തുകൊണ്ട് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഏതൊരു ഫംഗ്ഷനെ നമ്മൾ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ the inverse relation f inverse ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്, എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും. എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു എക്സ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ആ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തോ ആയിരിക്കണം, ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ദെൻ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഇസ് സെഡ് ടു ബി ഇൻവേഴ്സ് ഓഫ് എഫ്. അപ്പോൾ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻവേഴ്സ് ആയിട്ട് എടുക്കുന്ന റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഇഫ് ദ ഇൻവേഴ്സ് റിലേഷൻ എഫ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഫ്രം വൈ ടു എക്സ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ, ദെൻ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടബിൾ. എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷനായ എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ തന്നെയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവേർട്ടബിൾ എന്ന് പറയും. രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് എക്സ് ഫ്രം ലെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സെറ്റ് ABC. എക്സ് എന്ന് പറയുന്ന സെറ്റ്, വൈ എന്ന് പറയുന്ന സെറ്റ്. എക്സ് എന്ന് പറയുന്ന സെറ്റിൽ 4 എലിമെൻറ്റ്സ് 1, 2, 3 ആൻഡ് 4. വൈ എന്ന് പറയുന്ന സെറ്റിൽ 4 എലിമെൻറ്റ്സ് ABC ആൻഡ് D. അപ്പോൾ അവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് ഈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. Here is mapped from 1 to A. 1ൽ നിന്ന് എയിലേക്ക് മാപ്പ് ചെയ്തു, 2 to A, 2ൽ നിന്ന് എയിലേക്ക് മാപ്പ് ചെയ്തു, 3 to B, 3ൽ നിന്ന് ബിയിലേക്ക് മാപ്പ് ചെയ്തു, ആൻഡ് 4 to 4ൽ നിന്നും ബിയിലേക്ക് മാപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എഫ് ഇൻവേഴ്സ് എങ്ങനെ എഴുതാം, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന്, വൈയിൽ നിന്നും എക്സിലേക്ക് അല്ലേ, വൈ ടു എക്സ് ആയിരിക്കും എന്ത്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അങ്ങനെയെങ്കിൽ വൈയുടെ സെറ്റ് ചെയ്താൽ ABCD ആൻഡ് സെറ്റ് ഓഫ് എക്സ് ഈസ് 1, 2, 3, 4. ഇനി ആ സെറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്താണ്, എയിൽ നിന്നും റിവേഴ്സ് ആയിട്ട് ഏതൊക്കെ എലമെൻസിലേക്ക് മാപ്പിംഗ് പോകും, 1ലേക്കും 2ലേക്കും. ഫോർ A mapped to 1 and 2,
എഗെയിൻ ബിയിൽ നിന്നും എങ്ങോട്ട് ഇമേജ് വരും? 3ലേക്ക് വരും. ബിയിൽ നിന്നും 3ലേക്ക് ഇമേജ് വന്നു. സിയിൽ നിന്ന് ഇമേജ് ഇല്ല. അത് കഴിഞ്ഞത് മനസ്സിലായി കാണും അല്ലേ? എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഇമേജ് വേണം, അല്ലെങ്കിൽ എന്തല്ല ഫംഗ്ഷൻ അല്ല. സോ സിയിൽ നിന്ന് എലമെന്റ് ഇല്ല. നൗ D to 4, ഡിയിൽ നിന്നും 4ലേക്ക്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എഫ് ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ എഫ് ഇൻവേഴ്സ് റിലേഷനാണ്. എ 1ലേക്ക് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, എ 2ലേക്കും റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബി ഈസ് റിലേറ്റഡ് ടു 3 ആൻഡ് ഡി ഈസ് റിലേറ്റഡ് ടു 4. ബട്ട് എഫ് ഇൻവേഴ്സ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. കാര്യം എന്താ? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ സെറ്റിലെ എല്ലാ എലമെൻസിൽ നിന്നും എന്ത് വന്നിരിക്കണം? ഒരു മാപ്പിംഗ്, അല്ലെങ്കിൽ എല്ലാ എലമെൻസിനും ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് സി എന്ന് പറയുന്ന എലമെൻറ്റിന് എന്തില്ല? ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അത് ഒരു കാര്യം. അത് കൂടാതെ എന്താണ്? എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇമേജ് എന്തല്ല? യുണീക്ക് അല്ല. ഏതൊരു ഫംഗ്ഷനെ സംബന്ധിച്ചും അവിടുത്തെ ഡൊമൈനിലെ എലമെൻസിൻ്റെ ഇമേജ് എപ്പോഴും എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഇവിടെ എന്തല്ല? എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്തല്ല? യുണീക്കുമല്ല. അത് കൂടാതെ സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുമില്ല? ഒരു ഇമേജും ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഇൻവേഴ്സ് A21 നേരെ തിരിച്ചെഴുതുക. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ ആ പെയർ എന്ത് ചെയ്യുക? നേരെ തിരിച്ചെഴുതുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ആറിൻ്റെ ആർ ഇൻവേഴ്സ് എഴുതി കണക്ക് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എഫിൻ്റെ എഫ് ഇൻവേഴ്സ് എഴുതുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക? ആ ഓർഡറുടെ പേര്, ഫംഗ്ഷൻ്റെ ഓർഡറുടെ പേര് ജസ്റ്റ് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യിപ്പിച്ചേക്കുക. Therefore എഫ് ഇൻവേഴ്സ് ഇസ് ദ സെറ്റ് A1, A2, B3, D4. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എന്നുള്ള റിലേഷനാണ് അല്ലേ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. കാര്യം എന്താ? സിൻസ് സി ഹാസ് നോ ഇമേജ്, സിക്ക് ഇമേജ് ഇല്ലതാണ്. കൂടാതെ എ ഹാസ് 2 ഇമേജ്. എയുടെ ഇമേജ് എന്തല്ല? യുണീക്ക് അല്ല. 2 ഇമേജുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ റിലേഷൻ, ഇൻവേഴ്സ് ഓഫ് എഫ് ആയിട്ട് നമ്മൾ എഴുതിയ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആകാത്തത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് നോട്ട് ഇൻവേർട്ടബിൾ. സോ ഹിയർ എഫ് ഈസ് നോട്ട് ഇൻവേർട്ടബിൾ. അപ്പോൾ ഇതേ സെറ്റിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. ജി ഈസ് ദ ഫംഗ്ഷൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1b, 2c, 3b ആൻഡ് 4a. അങ്ങനെയെങ്കിൽ ജി ഇൻവേഴ്സ് ഞാൻ എങ്ങനെ എഴുതും? G inverse is set of all ordered pair D1, C2, B3 and A4. It is a function. എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. കാര്യം എന്താ? എല്ലാ എലമെൻസിൽ നിന്നും ജി ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? ജി എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കാണ്. ചിലപ്പോൾ ജി ഇൻവേഴ്സ് എവിടെ നിന്നാണ്? വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കും. സോ ഈ ജി ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യപ്പെടുന്ന വൈ എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ എലമെൻസിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്? ഇമേജസ് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എന്താണ്? എല്ലാ എലമെൻസിൻ്റെയും ഇമേജസ് എന്താണ്? യുണീക്കാണ്. മീൻസ് വി ക്യാൻ സേ ദാറ്റ് ജി ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജി എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻവേഴ്സ് റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. therefore ജി എന്താണ്? ഇൻവേർട്ടബിൾ ആണെന്ന് നമുക്ക് പറയാം. സോ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കി. കൂടാതെ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകുന്നത് എപ്പോഴാണ് എന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. 2 എക്സാമ്പിൾസ് നമ്മൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി കീപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.